ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ സഖി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ അണ്ടർആംസിലെ കറുപ്പ് മാറാനുള്ള ചെറിയൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരുപാട് പേര് നേരിടുന്ന പ്രശ്നമാണല്ലേ ഈ കക്ഷത്തിലുണ്ടാകുന്ന കറുപ്പ് വരിക, അവിടെ ഇച്ചിങ് വരിക, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും പലരും നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇടാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു കാരണം കൊണ്ട് ഇടാതെ പോകുന്നവരുമുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഇത് മാറ്റിയെടുക്കാൻ നോക്കാം. അപ്പം നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം നമുക്ക് ഇതിനു വേണ്ടി മെയിൻ ആയിട്ട് വേണ്ടത് ടൂത്ത് പേസ്റ്റ് ആണ്. അപ്പോൾ അതായത് ഞാനിവിടെ കോൾഗേറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ കോൾഗേറ്റ് എടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കോൾഗേറ്റിൽ ഫ്ലോറൈഡ് കണ്ടന്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഒന്നും ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ അണ്ടർആംസിലെ ബ്ലാക്ക് കളർ മാറാനായിട്ട് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ കോൾഗേറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയാണ് അണ്ടർആംസ് എത്ര ബ്ലാക്ക് കളർ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ ബ്ലാക്ക് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര എടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ എന്തിനെടുക്കുന്നത് വെച്ചാൽ നമ്മുടെ അണ്ടർആംസിലെ ബ്ലാക്ക് കളർ പെട്ടെന്ന് പോകാനും അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ഡെഡ് സെൽസ് ഒക്കെ ഇല്ല അതൊക്കെ റിമൂവ് ആവാനും അവിടെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാനൊക്കെയാണ് നമ്മൾ ഉപ്പ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് 1 ടീസ്പൂണോളം നമ്മൾ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. കോക്കനട്ട് ഓയിൽ നമ്മൾ എന്തിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ അവിടെ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് ഇരിക്കാനും അതുപോലെ നല്ലൊരു മോയ്സ്ചറൈസിങ് കിട്ടാനാണ് നമ്മൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അവിടെ ഈ കോൾഗേറ്റും അതുപോലെ ഈ ഉപ്പൊക്കെ കൂടി നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ അവിടെ ചിലർ നല്ല ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അത് നന്നായിട്ട് മോയ്സ്ചറൈസ് ആവാനും നല്ല ഓയിലായിട്ട് നിൽക്കാനൊക്കെ കോക്കനട്ട് ഓയിൽ നന്നായിട്ട് സഹായിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഈ കോക്കനട്ട് ഓയിലും ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ കോൾഗേറ്റും ഈ മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ആവണം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ് നിങ്ങൾ റെഡിയാക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം ഇത് നമ്മളിങ്ങനെ റെഡിയാക്കിയിട്ട് വെക്കാൻ പാടില്ല. കാരണം ആ ഉപ്പൊക്കെ നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അപ്പോൾ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു സ്ട്രെച്ചറിലായിരിക്കും നമ്മുടെ ഈ ഒരു പാക്ക് റെഡിയാവുക. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നാരങ്ങയുടെ ഒരു പകുതി വേണം കേട്ടോ. അപ്പോൾ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ അണ്ടർആംസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നാരങ്ങയുടെ പകുതി വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നാരങ്ങ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2-3 മിനിറ്റ് വരെ നന്നായിട്ട് അണ്ടർആംസിൻ്റെ അവിടെ ഇതുപോലെ നന്നായിട്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് അണ്ടർആംസിൻ്റെ അവിടെ ചെറിയ രീതിയിലുള്ള കറുപ്പൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നന്നായിട്ട് റിസൾട്ടുകൾ നന്നായിട്ട് മാറും കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് നല്ല കറുപ്പൊക്കെ ആണ് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 ദിവസം അങ്ങനെ നിങ്ങളൊരു 4 തവണയെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾ നല്ല കറുപ്പൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ആഴ്ചയിൽ 2 ദിവസം ചെയ്യുക. അങ്ങനെ നിങ്ങളൊരു 4 ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അണ്ടർആംസിൻ്റെ ബ്ലാക്ക് കളറൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള കളർ നിങ്ങൾക്ക് അവിടെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ എന്ത് പാക്ക് ട്രൈ ചെയ്യുമ്പോഴും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ചിലരുടെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ഒന്നും പാക്ക് പറ്റില്ല അവരുടെ സ്കിന്നിന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. യൂസ് ചെയ്താൽ മതി. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും നിങ്ങൾ ഫേസിലോ അല്ലെങ്കിൽ കഴുത്തിലോ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യരുത്. കാരണം അവിടെയൊക്കെ നമ്മൾ നല്ല സോഫ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ ചിലപ്പോൾ അലർജി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അണ്ടർആംസ് അതായത് കക്ഷത്തിൻ്റെ അവിടെ മാത്രം നിങ്ങളിത് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു ടിപ്പായിട്ട് കാണാം. അതുവരേക്കും ബൈ.